ഹായ് മക്കൾസ്, വെൽക്കം ടു എജുപോട്ട്. എല്ലാ മക്കൾക്കും എജുപോട്ടിലേക്ക് സ്വാഗതം. ഒരുപാട് കുട്ടികൾ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പല വീഡിയോസുകളും ചെയ്യുമ്പോൾ പല കുട്ടികളും മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. സാറേ, ചാന്ദ്രദിനം വരാണല്ലോ, ചാന്ദ്രദിനം വരുമ്പോൾ ഞങ്ങൾക്ക് സ്കൂളിലൊക്കെ ഒരുപാട് അല്ലെങ്കിൽ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പല കാറ്റഗറി ആയിട്ട് ഞങ്ങൾക്ക് ക്വിസ് കോമ്പറ്റീഷൻ നടക്കും അല്ലെ, ക്വിസ് കോമ്പറ്റീഷൻ നടക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അതിലൊരു വിന്നർ ആവണം, അതിന് എജുപോട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കും. അങ്ങനെ സാറേ എന്ന് വിളിക്കും. കാരണം കഴിഞ്ഞത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വായനാദിന ക്വിസ് ചെയ്തപ്പോൾ അത് ഒരുപാട് കുട്ടികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അത് പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ക്വിസ് കോമ്പറ്റീഷൻ ഒക്കെ എല്ലാ സ്കൂളിലും അന്ന് തകൃതിയായിട്ട് തന്നെ നടന്നിട്ടുണ്ട്. അത് അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ മക്കൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇനിയൊരു സ്പെഷ്യൽ ഡേ അല്ലെങ്കിൽ ഇനിയൊരു സ്കൂളുകളിൽ നടക്കാൻ പോകുന്ന ഒരു ക്വിസ് കോമ്പറ്റീഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ക്വിസ് മത്സരമാണ് നമ്മുടെ ചാന്ദ്രദിനം അല്ലെങ്കിൽ ലൂണാർ ഡേ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ വേണ്ട കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ തീരില്ല, പക്ഷെ നമുക്ക് എല്ലാം എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മുടെ ഹൈസ്കൂൾ കാറ്റഗറി അല്ലെങ്കിൽ നമ്മുടെ 7th 8th ഈ ക്ലാസ്സുകളിലൊക്കെ ഏത് ക്ലാസ് ആവട്ടെ, ഇവിടെയൊക്കെ ചോദിക്കുന്നത്. കാരണം ക്ലാസ് വൈസ് ആയിരിക്കില്ല സ്കൂളിലൊന്നും ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വിസ് കോമ്പറ്റീഷൻ നടത്താം. എല്ലാവരും കൂടി എന്തായിരിക്കും, ഒരു സ്കൂൾ ഉണ്ടെങ്കിൽ ആ സ്കൂൾ മുഴുവൻ എന്തായിരിക്കും ഒരൊറ്റ ക്വിസ് കോമ്പറ്റീഷൻ ആയിരിക്കും നടത്തുക. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ചോദിക്കുന്ന, ഏത് കാറ്റഗറിയിലാണെങ്കിലും എല്ലാവർക്കും കൂടി ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് നോക്കിയാലോ മക്കളെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ സെറ്റല്ലേ മക്കളെ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇതേപോലത്തെ വീഡിയോസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനി ഓരോ ഡേയ്സും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടണമെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം, ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ആരെങ്കിലും ഇത് കാണാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആർക്കും ഈ ചാനലിനെ പറ്റി അറിയില്ലെങ്കിൽ മക്കളൊന്ന് അവർക്കൊരു ഹെൽപ്പ് കൂടിയായിരിക്കും, അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റും കൂടി ചെയ്യുക. ഓക്കെ ആണോ മക്കളെ? അതുപോലെ തന്നെ ഇതിന്റെ നോട്ട്സ് കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ വീഡിയോയിൽ എന്തുണ്ട്, ഇതിന്റെ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വീഡിയോ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് അംഗമാകാൻ പറ്റും. ഓക്കെ, ഇനി കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, നേരെ അങ്ങോട്ട് പോവാം അല്ലെ. ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ എപ്പോഴും എല്ലാ സ്കൂളിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെ. മക്കളെ, എന്നാണ് ചാന്ദ്രദിനം നമ്മൾ ആചരിക്കുന്നത്? അത് ഓൾറെഡി മക്കൾക്ക് അറിയാൻ കഴിയും. അന്നാണ് സ്കൂളിൽ എന്തായിരിക്കുക, ചാന്ദ്രദിനം. അല്ലെങ്കിൽ ചാന്ദ്രദിനത്തിന് അന്നാണല്ലോ നമ്മുടെ സ്കൂളിലൊക്കെ എന്ത് നടത്തുക, സ്വാഭാവികമായിട്ട് ക്വിസ് കോമ്പറ്റീഷൻ നടത്താം. പക്ഷെ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ ചില സ്കൂളുകളിൽ എന്തായിരിക്കും, ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ അതിന് മുമ്പായിരിക്കും. അപ്പൊ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ ഇട്ടത്. നമ്മുടെ 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 ഓക്കെ. അപ്പൊ നമ്മുടെ ചാന്ദ്രദിനം ആചരിക്കുന്നത് ജൂലൈ 21-നാണ്. ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ് ഈ ചാന്ദ്രദിനം എന്ന് പറയുമ്പോൾ ജൂലൈ 21-നാണ് മക്കളെ ചാന്ദ്രദിനമായിട്ട് അറിയിക്കുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം, മക്കളെ ഇതൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. എൻ്റെ ഒരു ബാല്യകാലം എനിക്ക് ഓർമ്മ വരാൻ. അന്നൊക്കെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, എന്നാണ് അല്ലെങ്കിൽ എന്നാണ് ചാന്ദ്രദിനം എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏതാണെന്ന് ചോദിക്കും. സ്പുട്നിക് 1 ആണ്. സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമോപഗ്രഹം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആദ്യമായി ബഹിരാകാശം നടത്തിയ മനുഷ്യനാണ്. ആദ്യമായി ബഹിരാകാശത്ത് യാത്ര, ഒരുപാട് മനുഷ്യർ യാത്ര നടത്തിയിട്ടുണ്ട്, പക്ഷെ ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ വ്യക്തിയുടെ പേരാണ് യൂറി ഗഗാറിൻ എന്നാണ് പേര്. യൂറി ഗഗാറിന്റെ രാജ്യം ഏതെന്ന് വെച്ചാൽ റഷ്യ എന്ന് പറയും. മുൻ സോവിയറ്റ് യൂണിയൻ, റഷ്യ അറിയപ്പെടുന്ന പേരാണ്. ഇപ്പൊ നമ്മുടെ അമേരിക്ക USA എന്നൊക്കെ അറിയപ്പെടുന്ന പോലെ നമ്മുടെ റഷ്യ USSR എന്നൊക്കെ അറിയപ്പെടും. അത് ഏതാണ്, റഷ്യൻ. ആ റഷ്യക്കാരനായിട്ടുള്ള യൂറി ഗഗാറിനായിരുന്നു ആദ്യമായിട്ട് ബഹിരാകാശ യാത്രികനായി മാറിയത്. അപ്പൊ മനസ്സിലാക്കണം, യൂറി ഗഗാറിനാണ് ആദ്യ ബഹിരാകാശ യാത്രികൻ. അദ്ദേഹം ഏത് രാജ്യക്കാരനാണെന്ന് വെച്ചാൽ അത് റഷ്യ എന്ന് പറയുമ്പോൾ, സോവിയറ്റ് യൂണിയൻ എന്നൊന്നും നിങ്ങൾ തൽക്കാലം ഇപ്പൊ പഠിച്ചു വെക്കണ്ട, റഷ്യ എന്ന് മനസ്സിലാക്കി വെക്കാം. ആദ്യത്തെ കൃത്രിമോപഗ്രഹം സ്പുട്നിക് 1 ആണ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് പോയ വാഹനം ഏതെന്ന് ചോദിക്കും. ആടാ, അടിപൊളി ക്വസ്റ്റ്യൻ അല്ലേ? യൂറി ഗഗാറിനാണ് ആദ്യം ബഹിരാകാശത്തേക്ക് പോയതെന്ന് പറഞ്ഞു. ഇനി അദ്ദേഹം പോയ വാഹനം ഏതെന്ന് ചോദിക്കുമ്പോൾ അതാണ് മക്കളെ വോസ്റ്റോക്ക് 1 എന്ന് പറയും. വോസ്റ്റോക്ക് 1 ആണ് ഏതെന്ന് പറയുന്നത് യൂറി ഗഗാറിൻ ബഹിരാകാശത്തേക്ക് പോയ വാഹനം എന്ന് പറയും. യൂറി ഗഗാറിൻ എത്ര സമയം കൊണ്ടാണ് ഭൂമിയെ ഒരു തവണ ചുറ്റിയെന്ന് വെച്ചാൽ 108 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി. ലോകത്തിൽ ഒരുപാട് ബഹിരാകാശ യാത്രികരുണ്ട്, പക്ഷെ ആദ്യത്തെ വനിത ആരെന്ന് വെച്ചാൽ, ആദ്യത്തെ വ്യക്തി ആരെന്ന് വെച്ചാൽ നമ്മൾ പറയും യൂറി ഗഗാറിൻ ആണ്. എന്നാൽ ആദ്യത്തെ വനിത ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആണ് വാലന്റിന ടെരഷ്കോവ എന്ന് പറയും. വാലന്റിന ടെരഷ്കോവ എന്ന് പറയും. അതുപോലെ തന്നെ മനുഷ്യന്റെ ചാന്ദ്രയാത്രകൾക്ക് നേതൃത്വം നൽകുന്ന ബഹിരാകാശ ഏജൻസി ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ
അത് മക്കളെ ഇവിടെ കാണാൻ പറ്റില്ല, അതുകൊണ്ട് നാസ എന്ന് മനസ്സിലാക്കി വെക്കുക. ഏതായിരുന്നു? നാസയാണ് എന്തെന്ന് പറയുന്നത് ആദ്യത്തെ നേതൃത്വം നൽകിയ ബഹിരാകാശ ഏജൻസി. മനുഷ്യന്റെ ചാന്ദ്രയാത്രകൾക്കൊക്കെ ഈ നാസ, അത് അമേരിക്കയിലാണ് കേട്ടോ വരുന്നത്. നാസയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത്, അമേരിക്കയാണ്, അല്ലെങ്കിൽ നാസയാണ്. ആ ഏജൻസി നാസയാണ്. അതുപോലെ തന്നെ ചന്ദ്രനിൽ ലക്ഷ്യമിട്ട് ആദ്യം സഞ്ചരിച്ച ലൂണ 1 ഏത് വർഷമാണ് യാത്ര പുറപ്പെട്ടത്? 1959, 1959 ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് ലൂണ 1 യാത്ര പുറപ്പെട്ടത്. അപ്പൊ അത് ആ ഇയറിന് ചിലപ്പോൾ അധികം എക്സാമിന് ചോദിക്കാറില്ല, പക്ഷെ ഒന്നും കൂടി ക്വിസ് കോമ്പറ്റീഷൻ ടൈറ്റായി വരും. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ക്വിസ് കോമ്പറ്റീഷൻ ഇങ്ങനെ ടൈറ്റായി വരും എന്ന് വെച്ചാൽ ആദ്യ റൗണ്ട് പൂർത്തിയായി. ആദ്യ റൗണ്ടിലൊക്കെ ചെറിയ ക്വസ്റ്റ്യൻ, എന്നാണ് ചാന്ദ്രദിനം, ആരാണ് ചന്ദ്രനിൽ കാലുകുത്തിയത്, അപ്പൊ അതൊന്നും ഞാൻ നീൽ ആംസ്ട്രോങ് ആണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഓൾറെഡി നിങ്ങൾ അന്ന് സ്കൂളിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതൊന്നും ഞാൻ അതിൽ വെച്ചിട്ടില്ല. അപ്പൊ ആ നീൽ ആംസ്ട്രോങ് അതൊക്കെ ഫസ്റ്റ് റൗണ്ട് കഴിയും, പിന്നെ സെക്കൻഡ് റൗണ്ട് ആവും, പിന്നെ തേർഡ് റൗണ്ട് ആവും, പിന്നെ ഫൈനൽ റൗണ്ട് ആവും. ഈ റൗണ്ട് കൂടുന്നതനുസരിച്ച് ഇങ്ങനത്തെ ഇയറുകളൊക്കെ ചോദിക്കും. ലൂണ 1 ഏത് വർഷമാണ് യാത്ര പുറപ്പെട്ടതെന്ന് വെച്ചാൽ 1959, 1959 ചന്ദ്രനെ ലക്ഷ്യമാക്കിയിട്ട് പറന്ന ലൂണ 1 പോയത്. അതുപോലെ തന്നെ ഭൂമിയെ പ്രദക്ഷിണം ചെയ്ത ആദ്യ അപ്പോളോ വാഹനം ഏതാ? അപ്പോളോ 4. ഇയർ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. 1967 അപ്പോളോ 4 പോകുന്നത്, ഭൂമിയെ പ്രദക്ഷിണം. അതുപോലെ തന്നെ ലൂണ 1 ഏത് രാജ്യത്തിന്റെ സംഭാവനയായിരുന്നു? അപ്പൊ നമുക്കറിയാം റഷ്യയും അമേരിക്കയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കളിക്കുകയാണ് അല്ലെ. ഒരാൾ അവര് വിടും, ഒരാൾ വേറെ എന്തെങ്കിലും വിടും. ഓക്കെ ആണോ? അപ്പൊ ലൂണ 1 ഏത് രാജ്യക്കാരനെന്ന് വെച്ചാൽ അത് യൂറി ഗഗാറിന്റെ രാജ്യമായിട്ടുള്ള, യൂറി ഗഗാറിൻ ആരായിരുന്നു മക്കളെ? മറന്നോ? മറക്കരുത്, കാരണം നിർബന്ധമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യ ബഹിരാകാശ യാത്രികനാണ്. അദ്ദേഹത്തിന്റെ രാജ്യമായിട്ടുള്ള റഷ്യയിലാണ് ലൂണ 1 എന്ന് പറയുന്നത്. ഈ ചന്ദ്രന്റെ നമുക്ക് ദൃശ്യമാവാത്ത മറുവശത്തിന്റെ ചിത്രം ആദ്യമായി പകർത്തിയ, ചന്ദ്രന്റെ ചില ഭാഗം നമുക്ക് കാണാൻ പറ്റില്ല, അങ്ങനെ നമുക്ക് ദൃശ്യമാവാത്ത മറുവശത്തിന്റെ ഭാഗം പേടകം ചിത്രീകരിച്ചിട്ടുണ്ട്. ആ പേടകം ഏതാണെന്ന് ചോദിക്കുന്നത്. ഇപ്പൊ ലൂണ 1 ഉണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ലൂണ 3യിലൂടെയാണ് ചന്ദ്രന്റെ നമുക്ക് ദൃശ്യമാവാത്ത വശം ആര് കാണിച്ചെന്നത്? ആ പേടകത്തിലൂടെ കാണിച്ചത്. ആ പേടകത്തിന്റെ പേരെന്താന്ന് വെച്ചാൽ ലൂണ 3 ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മനുഷ്യന്റെ ചാന്ദ്രയാത്ര ഭാവനാത്മകമായി ചിത്രീകരിച്ച ആദ്യ പുസ്തകം ഏത്? മക്കളെ, ഫ്രം എർത്ത് ടു മൂൺ. ഫ്രം എർത്ത് ടു മൂൺ എന്നുള്ളതാണ് ജോൾസ് വേണ്ട ഒരു ബുക്കാണ്, പുസ്തകമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചന്ദ്രനിലേക്ക് പോയതൊക്കെ നമ്മുടെ ഒരു ഭാവനയിലേക്ക്, നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിയിൽ രചിച്ച ഒരു ബുക്കാണ് ഏതെന്ന് പറയുന്നത് ഫ്രം എർത്ത് ടു മൂൺ എന്ന് പറയും. ഇനി ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതെന്ന്? ഗ്രഹങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? ഉപഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. അത് ഏത് ഗ്രഹത്തിനാണ് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. ഒരു ഗ്രഹത്തിന് കുറെ മക്കളുടെ അങ്ങോട്ട് ചിന്തിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ മക്കൾ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതെന്ന് വെച്ചാൽ വ്യാഴത്തിനാണ് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ളത്. അതുപോലെ തന്നെ സൂപ്പർ മൂൺ എന്ന പേര് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കാറുണ്ട്. സൂപ്പർ മൂൺ എന്ന പേര് എന്താണ് ഉദ്ദേശിക്കുന്നത്? സൂപ്പർ മൂൺ, ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും കൂടുതൽ അടുത്ത് വരുന്ന ദിവസത്തെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ മൂൺ എന്നറിയപ്പെടുന്നത്. അപ്പൊ സൂപ്പർ മൂൺ എന്ന് നിങ്ങൾ അറിയപ്പെടുമ്പോൾ മൂൺ അടിപൊളി എന്നാണോ, ചന്ദ്രൻ അടിപൊളി എന്നാണോ അർത്ഥം? അല്ല, നമ്മുടെ ചന്ദ്രനും ഭൂമിയും കൂടി ഏറ്റവും അടുത്ത് വരുന്ന ദിവസത്തിനെ വിളിക്കുന്ന പേരാണ് സൂപ്പർ മൂൺ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ വിട്ടു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? യൂറി ഗഗാറിനോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടു. ഇനി നമ്മൾ ഇന്ത്യയിലേക്ക് വരാമെന്ന് വിചാരിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചതാണ്, ആര്യഭട്ടയായിരിക്കും. ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ്രനിൽ കാലുകുത്താൻ മനുഷ്യനെ സഹായിച്ച ആദ്യ ബഹിരാകാശ പേടകം ഏതെന്ന് വെച്ചാൽ അപ്പോളോ 11. അപ്പോളോ 11 ആദ്യം ചന്ദ്രനിൽ കാലുകുത്താൻ മനുഷ്യനെ സഹായിച്ച ആദ്യ പേടകം എന്ന് പറയുന്നത്. ഇനി വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച വിദ്യാഭ്യാസ കാര്യങ്ങൾക്കുമായിട്ട് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? നമ്മൾ ഉപഗ്രഹങ്ങൾ ഇങ്ങനെ വിക്ഷേപിക്കുന്നുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതെന്ന് വെച്ചാൽ എജുസാറ്റ്. എജുസാറ്റ്, എജു എന്ന് കേട്ടെന്ന് നമുക്കറിയാം, എജു പൊട്ടിന്റെ എജു അല്ലെ, അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ എജു എന്ന് വെച്ചാൽ വിദ്യാഭ്യാസമാണെന്ന് മനസ്സിലാക്കി. അത് അങ്ങോട്ട് ആലോചിച്ചാൽ മതി. വിദ്യാഭ്യാസത്തിന്റെ ഇതാണ് എജു എന്നുള്ള ഫസ്റ്റ് വാക്ക് ഉപയോഗിക്കില്ല. അപ്പൊ എജുസാറ്റ് ആണ് നമ്മൾ ഇന്ത്യ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് വിക്ഷേപിച്ച ഉപഗ്രഹം എന്ന് പറയുന്നത്. ഇനി പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്ന നക്ഷത്രത്തെ പറയുന്ന പേര്. ഓരോ പൊട്ടിത്തെറികളൊക്കെ അവിടെ ഇവിടെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ പൊട്ടിത്തെറിയിലൂടെ നശിച്ചു പോകുന്ന നക്ഷത്രത്തെ വിളിക്കുന്ന പേരാണ് സൂപ്പർ നോവ എന്ന് പറയും. അപ്പൊ സൂപ്പർ മൂൺ എന്തായിരുന്നു? ചന്ദ്രനും ഭൂമിയും കൂടി ഏറ്റവും അടുത്ത് വരുന്ന ദിവസത്തെ സൂപ്പർ മൂൺ എന്ന് പറയുന്നത്. സൂപ്പർ നോവ എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിയിലൂടെ നശിച്ചു പോകുന്ന നക്ഷത്രത്തെ വിളിക്കുന്ന പേരാണ് സൂപ്പർ നോവ എന്ന് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഏജൻസി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇങ്ങനത്തെ ബഹിരാകാശ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആരായിരുന്നു? നാസ, അമേരിക്കയില്. ഇനി ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന മൂലകം ഏതാണെന്ന്? ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന മൂലകം ഏതാന്ന് വെച്ചാൽ ടൈറ്റാനിയം. ടൈറ്റാനിയം ആയിരുന്നു ഏതെന്ന് പറയുന്നത് ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം.
അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലഘട്ടം മക്കളെ. അതുപോലെ തന്നെ സൂര്യനോട് അടുത്ത ഗ്രഹം ഏതായിരുന്നു? സൂര്യനോട് അടുത്ത ഗ്രഹമാണ് ബുധൻ. സൂര്യനോട് അടുത്ത ഗ്രഹം ബുധനായിരിക്കും. ഇനി എന്നാണ് ഈ ഭൗമദിനം എന്ന് പറഞ്ഞത്? അപ്പൊ ചാന്ദ്രദിനം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്തായിരുന്നു, ജൂലൈ 21 ആണെങ്കിൽ എന്നാണ് ഭൗമദിനം എന്ന് വെച്ചാൽ ഏപ്രിൽ 22-നാണ് ഭൗമദിനം. ഈ ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്ര വെച്ചാൽ 1.3 സെക്കൻഡ് ആണ്. 1.3 സെക്കൻഡ് മാത്രമേ ചന്ദ്രനിൽ നിന്ന് പ്രകാശം എവിടേക്ക് ഭൂമിയിലേക്ക് എത്താൻ എടുക്കുന്ന സമയം, അത്രയേ ഉള്ളൂ. ഈ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയ, നമുക്കറിയാം ടെലിസ്കോപ്പ് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു മുഖമുണ്ട്, ഗലീലിയോ അല്ലെ? ആ ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ. ഇനി ഫസ്റ്റ് മെൻ ഓൺ മൂൺ എന്ന കൃതിയുടെ കർത്താവ്, ഫസ്റ്റ് മെൻ ഓൺ മൂൺ എന്ന പുസ്തകത്തിന്റെ അല്ലെങ്കിൽ ആരാണ് അത് രചിച്ച ആളെന്ന് ചോദിക്കുന്നത്, ആരാണ്? H.G. വെൽസ് ആയിരുന്നു. അതുപോലെ തന്നെ ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് കോപ്പർനിക്കസ് ആണെങ്കിൽ ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ നമ്മുടെ ഭൂമിയിലെ കാണപ്പെടുന്ന മനുഷ്യ നിർമ്മിതി എന്ന് വെച്ചാൽ സിനിമയിലൊക്കെ പറയാറുണ്ട്, ചൈനയിലെ വൻമതിലിനെയാണ് നമുക്ക് എവിടുന്ന് കാണാൻ പറ്റുക? നമ്മുടെ ചന്ദ്രനിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ ഭൂമിയിലെ മനുഷ്യ നിർമ്മിതിയിൽ കാണപ്പെടാൻ പറ്റിയ ഒരു സംഭവമാണ് ചൈനയിലെ വൻമതിൽ, ഗ്രേറ്റ് വാൾ ഓഫ് ചൈന എന്ന് പറയും. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയാണ്. തുമ്പ എവിടെയാണ് മക്കളെ? കേരളത്തിലാണെന്നും കൂടി മനസ്സിലാക്കാം. തിരുവനന്തപുരം ജില്ലയിലാണ് തുമ്പ എന്ന് മനസ്സിലാക്കാം. ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ പ്രഥമ രൂപരേഖ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജഹാംഗീർ ബാബയാണെങ്കിൽ ഒരു മനുഷ്യന് ഒരു ചെറിയ ചുവടുവെപ്പ് എന്നാൽ മാനവരാശിക്കോ ഒരു കുതിച്ചു ചാട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാറുണ്ട്. നീൽ ആംസ്ട്രോങ്ങിനെ പറ്റി നമ്മൾ പഠിക്കാറില്ലേ? അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, ഒരു മനുഷ്യന് ഇതൊരു ചുവടുവെപ്പ് മാത്രമായിരിക്കും, പക്ഷെ ഇത് മാനവരാശിക്ക് ഇതൊരു കുതിച്ചു ചാട്ടം എന്ന് പറഞ്ഞ വ്യക്തിയാണ് നീൽ ആംസ്ട്രോങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് ഒരു വേഴവട്ടക്കാലം, ഒരു വേഴവട്ടക്കാലം. ഇത് എത്ര വർഷമാണെന്ന് വെച്ചാൽ 12 വർഷത്തിനെയാണ് ഒരു വേഴവട്ടക്കാലം എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ഇനി ആദ്യ ചാന്ദ്രയാത്രികർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന്റെ പേരെന്താണ്? പ്രശാന്ത സമുദ്രം. ഓക്കെ. ഇന്ത്യയിലെ ഉപഗ്രഹ വാർത്താവിനിമയ ഭൂനിലയം എവിടെ വെച്ചാൽ വിക്രം സ്റ്റേഷൻ ആണെങ്കിൽ ഏത് വാഹനത്തിലായിരുന്നു? ലൈക്ക എന്ന നായ. മക്കളെ, ഒരു നായ പോയിട്ടുണ്ട്. എവിടേക്ക്? ബഹിരാകാശത്തേക്ക് ഒരു നായ പോയിട്ടുണ്ട്. ആ നായയുടെ പേരും ചോദിക്കാം. നായയുടെ പേരാണ് ലൈക്ക എന്ന പട്ടി എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതന്നായിരുന്നു. എനിക്ക് എപ്പോഴും അത് ഓർമ്മയുണ്ട്. അത് ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബഹിരാകാശത്ത് പുറപ്പെട്ട പട്ടിയുടെ പേരെന്താണ് അല്ലെങ്കിൽ നായയുടെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വ്യക്തമായി പറയാം. ലൈക്ക എന്ന പട്ടിയാണ്. അത് ബഹിരാകാശത്ത് പറഞ്ഞയച്ചത് ഒരു വാഹനമുണ്ട്. വാഹനത്തിന്റെ പേരാണ് സ്പുട്നിക് 2 ആണ്. സ്പുട്നിക് 2ലാണ് ആരെ പറഞ്ഞയച്ചത്? ലൈക്ക എന്ന പട്ടിയെ പറഞ്ഞയച്ചത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വിമാനത്തിലെ ബ്ലാക്ക് ബോക്സ്. മക്കളെ, നമ്മൾ ഒരുപാട് വിമാനാപകടങ്ങൾ നടന്നു കഴിഞ്ഞാലൊക്കെ നമുക്കറിയാം അതിന്റെ ബ്ലാക്ക് ബോക്സ് ചെക്ക് ചെയ്യാൻ പറയും. ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് വിമാനത്തിന് എന്താ പറ്റി അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്, ആരുടെ തകരാറ് മൂലമാണ് ഈ വിമാനം അല്ലെങ്കിൽ എന്താണ് ഒരു പ്ലെയിൻ ക്രാഷ് സംഭവിക്കാനുള്ള റീസൺ, ഇതൊക്കെ ബ്ലാക്ക് ബോക്സ് നോക്കിയാൽ അറിയും. അപ്പൊ ബ്ലാക്ക് ബോക്സിന്റെ കളർ എന്ത് നോക്കി? അപ്പൊ നമ്മളൊക്കെ വിചാരിക്കും ബ്ലാക്ക് ബോക്സിന്റെ കളർ എന്താ? ബ്ലാക്ക്, കറുപ്പ് ആണോ? അല്ലടാ മക്കളെ, ഏതായിരുന്നു? ഓറഞ്ച് ആണ് കേട്ടോ കളർ. നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയണം, ഓറഞ്ച് ആണ്. ഇനി അതുപോലെ തന്നെ ഇന്ത്യയുടെ ചൊവ്വ പരിവേഷണ ദൗത്യം ഏതാന്ന് വെച്ചാൽ മംഗൾയാൻ എന്ന് കേട്ടിട്ടില്ലേ? ചൊവ്വയിലേക്കുള്ള പരിവേഷണ ദൗത്യമായിരുന്നു മംഗൾയാൻ. ഇനി ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്ന എവിടെയാണ്? ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ടയാണ് ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത്. ചന്ദ്രനിൽ നിന്ന് ആകാശത്തിന്റെ നിറം എന്താണ്? അത് കറുപ്പാണ്. നമ്മൾ ബ്ലാക്ക് ബോക്സ് എന്നറിയപ്പെട്ട പോലെ. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് മക്കളെ ടൈറ്റാൻ എന്നറിയപ്പെടുന്നത്? ശനി എന്നുള്ള ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് ടൈറ്റാൻ. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? അത് ശുക്രനാണെങ്കിൽ ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം അത് സൂര്യനാണ്. ഓക്കെ. ബഹിരാകാശ പര്യടനം നടത്തിയ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ, 77-ാം വയസ്സിൽ എണീറ്റ് നടക്കാൻ പറ്റും നമുക്ക്? ബഹിരാകാശം എന്നാൽ ആ സമയത്ത് ബഹിരാകാശ യാത്ര ചെയ്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക് മക്കളെ, നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് അമ്മായിന്റെ വീട്ടിലേക്ക് പോകാൻ കഴിയും 77-ാം വയസ്സിൽ? എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അന്ന് പോയിട്ടുണ്ട്. 77-ാം വയസ്സിൽ പോയ വ്യക്തിയാണ് ജോൺ ഗ്ലെൻ എന്ന് പറയും. ആരായിരുന്നു? ജോൺ ഗ്ലെൻ ആയിരുന്നു 77-ാം വയസ്സിൽ അല്ലെങ്കിൽ ഏറ്റവും പ്രായം കൂടിയ വയസ്സിൽ ബഹിരാകാശ യാത്രികൻ എന്ന് പറയും. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹത്തിന്റെ പേര് കൽപ്പന 1 എന്നായിരുന്നു. ഇന്ത്യയുടെ ഭൂപട നിർമ്മാണ പഠനങ്ങൾക്കുള്ള ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 1. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ, കുറെ പേര് നമ്മൾ പറഞ്ഞത്, ആദ്യത്തെ വ്യക്തി ആരായിരുന്നു? യൂറി ഗഗാറിൻ ആയിരുന്നു. യൂറി ഗഗാറിൻ ഏത് രാജ്യക്കാരനായിരുന്നു? റഷ്യ ആണെങ്കിൽ. എന്നാൽ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുണ്ടോ? ഇന്ത്യക്കാർ അത്ര മോശക്കാരനൊന്നുമല്ല. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണ്. ആദ്യത്തെ ആരായിരുന്നു? രാകേഷ് ശർമ്മയായിരുന്നു. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ്. ഈ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എത്ര ആത്മാഭിമാനം കൊള്ളാൻ പറ്റും നമുക്ക് അല്ലെ? ആരായിരുന്നു? വിക്രം സാരാഭായ്. ISRO നിലവിൽ വന്ന വർഷം 1969 ആണെങ്കിൽ ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂർ ആണ്.
അതുപോലെ തന്നെ ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുമ്പോഴുള്ള ISROയുടെ ചെയർമാൻ ആരാണെന്ന് വെച്ചാൽ ജി മാധവൻ നായരാണ്. അയാൾക്കൊക്കെ അഭിമാനിക്കാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പരിവേഷണ ദൗത്യം ചന്ദ്രയാൻ 1 ആയിരുന്നു. അതുപോലെ തന്നെ ചന്ദ്രയാൻ 1ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? M അണ്ണാദുരൈ ആയിരുന്നു അല്ലെ. അണ്ണാദുരൈ, അണ്ണാ DMK എന്നുള്ള പാർട്ടിയൊക്കെ ഉണ്ട്. അണ്ണാദുരൈ ആയിരുന്നു ചന്ദ്രയാൻ 1ന്റെ പ്രൊജക്ട് ഡയറക്ടർ എന്ന് പറയുന്നത്. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് PSLV C-11 ആയിരുന്നു. ഇന്ത്യയുടെ ചാന്ദ്ര മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരാണ്? മൈൽ സോം എ അണ്ണാദുരൈ ആയിരുന്നു. ഓക്കെ അല്ലേ മക്കളെ? അതുപോലെ തന്നെ ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? അദ്ദേഹത്തിന്റെ നമ്മൾ ഒരുപാട് ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. എല്ലാവർക്കും ഓർമ്മിക്കാൻ ഈ ഒരു നിമിഷത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു സംഭവമാണ് ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിത കൽപ്പന ചൗളയായിരുന്നു. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിത കൽപ്പന ചൗള ആണെങ്കിൽ അകാലത്തിൽ പൊലിഞ്ഞ നക്ഷത്രം എന്ന് അമേരിക്കൻ പത്രങ്ങൾ വിശേഷിപ്പിച്ചതും ആരെ തന്നെയാണ്? ഈ കൽപ്പന ചൗള തന്നെ. കാരണം കൽപ്പന ചൗള മരണപ്പെട്ടിട്ടുണ്ട്, അവിടെ നിന്നുള്ള ഇതിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അകാലത്തിൽ പൊലിഞ്ഞു പോയ നക്ഷത്രം എന്നാണ് അമേരിക്കൻ പത്രങ്ങളൊക്കെ അന്നത്തെ മാധ്യമങ്ങൾ മുഴുവൻ എഴുതി കൂട്ടിയത് ആരെ പറ്റിയായിരുന്നു? നമ്മുടെ കൽപ്പന ചൗള. കൽപ്പന ചൗള അന്തരിച്ച വർഷം ഞാനൊക്കെ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും സാറിന് കുറെ പ്രായം ഉണ്ടല്ലേ? ഇല്ലടാ, ചെറിയ പ്രായമുള്ളൂ. 2003 എന്തെന്ന് പറയുന്നത് കൽപ്പന ചൗള അന്തരിച്ചത്. ഓക്കെ അല്ലേ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബഹിരാകാശത്ത് കൂടുതൽ കാലം ചെലവഴിച്ച ഇന്ത്യൻ വനിത. കൂടുതൽ കാലം ചെലവഴിക്കാൻ നമ്മളൊരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ വേഗം അവിടെ നിന്നിട്ട് വരാൻ തോന്നും. എന്നാൽ അവിടെ അത്രക്കും സൗകര്യവും എല്ലതും ഉണ്ടായത് കൊണ്ടായിരിക്കും ആദ്യത്തെ ഇന്ത്യൻ വനിത സുനിത വില്യംസ് ആണ്. കൂടുതൽ കാലം ചെലവഴിച്ച ഇന്ത്യൻ വനിത സുനിത വില്യംസ് ആണെങ്കിൽ വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മക്കളെ? തുമ്പയിലാണ്. കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം അത് തന്നെയാണ്. തുമ്പ കാരണം എവിടെയാണ്? തിരുവനന്തപുരമാണ്. അതുകൊണ്ട് നമുക്കറിയാം കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ തന്നെയാണ്. മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ, അത് അറിയാത്തവരാരും ഉണ്ടായിട്ടില്ല. ലെവൽ 1 നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഫസ്റ്റ് ലെവലിലെ ക്വസ്റ്റ്യൻ ഒക്കെ ഇതൊക്കെ ആയിരിക്കും. ഏതെന്ന് പറയുന്നത് നിങ്ങളുടെ ചിലപ്പോൾ ക്ലാസ് കട്ട് ചെയ്തൊക്കെ ക്വിസ് കോമ്പറ്റീഷൻ ഒക്കെ പോകുന്നവരുണ്ടാവും. അപ്പൊ ഞാനൊക്കെ എന്താണ് ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വിസ് കോമ്പറ്റീഷൻ ഒക്കെ പങ്കെടുക്കും. ചില ക്വിസ് കോമ്പറ്റീഷനിൽ എന്താണ് അങ്ങോട്ട് ഗ്രൂപ്പായിട്ടൊക്കെ ഇരുത്തും. അപ്പൊ അവർക്ക് നന്നായിട്ട് അറിയണോണ്ട് ഞാൻ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും വിന്നർ എന്നൊക്കെ പറയാറുണ്ട്. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും +2 പഠിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പോകാറുണ്ട് ക്വിസ് കോമ്പറ്റീഷൻ ഒക്കെ. ഓക്കെ, അപ്പൊ ലെവൽ 1 ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മിസൈൽ മാൻ എന്നറിയപ്പെടുന്നതാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. മക്കളെ, നമ്മൾ വീണ്ടും പറയാണ്, ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്രയും ക്വിസ് കോമ്പറ്റീഷൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ് സാറ് തരുന്നതെന്ന് മക്കൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ കഴിഞ്ഞാൽ ഒന്ന് കമന്റ് കൂടി ചെയ്യുക. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണോ, നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നുള്ളത് കൂടി ഒന്ന് കമന്റ് ചെയ്താൽ എത്രയും ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വരുന്ന വീഡിയോസും അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ അറിയണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. എങ്ങനെയാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക മക്കളെ? നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മക്കൾ എവിടെ എത്തും? നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെത്തും. അവിടെ നമ്മളൊക്കെ ഉണ്ടാവും. സെറ്റ് ആക്കണം, അടിച്ചു പൊളിക്കണം. ഓക്കെ, അത് വേറെ കാര്യം. അപ്പൊ സുനിത വില്യംസ് ആണ് ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചെലവഴിച്ച ഇന്ത്യൻ വനിത എന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹിരാകാശത്ത് വെച്ച് മാരത്തോൺ ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത വനിത, അതും സുനിത വില്യംസ്. എടാ, ഇയാൾക്ക് ഭ്രാന്താണെടാ, എന്താണിത്? മാരത്തോണിനൊക്കെ പങ്കെടുക്കാം. ഇനി ചന്ദ്രനെ കുറിച്ചുള്ള പഠനത്തെ അറിയപ്പെട്ടുന്ന പേരാണ് സെലനോളജി എന്ന് പറയും. ചന്ദ്രനെ കുറിച്ചുള്ള പഠനത്തെ ഓളജി എന്ന് വരുമ്പോഴൊക്കെ LOGY, ഇപ്പൊ ബയോളജി അങ്ങനെ പറയല്ലേ, സോഷ്യോളജി ഇങ്ങനത്തെ വാക്കുകളൊക്കെ കേൾക്കാറില്ലേ? അതുപോലെ തന്നെ നമുക്ക് എന്താണ് അങ്ങനെയുള്ള ഓളജി എന്ന് പറയുന്നതൊക്കെ പഠനത്തെ ബാധിക്കുന്നതാണ്. സെലനോളജിയാണ് ചന്ദ്രനെ കുറിച്ചുള്ള പഠനമെങ്കിൽ അത് പഠിക്കുന്ന ശാസ്ത്ര ശാഖയെ വിളിക്കുന്ന പേരാണ് സെലനോഗ്രഫി എന്നാണ് വിളിക്കുക. ചന്ദ്രനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖയെ വിളിക്കുന്ന പേരാണ് സെലനോഗ്രഫി. ഈ സെലനോഗ്രഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ജോഹാൻ ഹിമോണിമസ് മോട്ടർ ആയിരുന്നു നമ്മുടെ സെലനോഗ്രഫിയുടെ. അതൊക്കെ ലെവൽ 3 ഒക്കെ എത്തുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. ഞാൻ എല്ലാ ലെവലിലുള്ള ക്വസ്റ്റ്യനും മക്കൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന പേര് നൽകിയതാര്? അത് AB വാജ്പേയി ആണ്. AB വാജ്പേയി ആണ് ചാന്ദ്രയാൻ എന്നുള്ള ഈ ഒരു ദൗത്യത്തിന് അല്ലെങ്കിൽ ചാന്ദ്ര പദ്ധതിക്ക് ചാന്ദ്രയാൻ എന്ന പേര് നൽകിയത് AB വാജ്പേയി ആണ്. ചന്ദ്രനിൽ ഭൂമി വാങ്ങിയ ബോളിവുഡ് സിനിമാ നടൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചന്ദ്രനിൽ ഭൂമി വാങ്ങിയ എന്തൊക്കെയാണ് ഞാനിത് കേൾക്കുന്നത്? ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? എടാ, അങ്ങനെ വാങ്ങിയിട്ടുണ്ട്. ആരാണ്? സുശാന്ത് സിംഗ് രാജായിരുന്നു നമ്മുടെ ഇവിടെ ഭൂമി വാങ്ങിയ വ്യക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബോളിവുഡ് നടൻ എന്ന് പറയുന്നത്. മക്കളെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് എനിക്ക് 100% ഉറപ്പാണ്. പക്ഷേ ഇത് മാത്രം പഠിച്ചിട്ട് ക്വിസ് കോമ്പറ്റീഷന് പോയാൽ മതിയോ? പക്ഷെ ക്വിസിൽ മുഴുവനായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ നേരം വെളുക്കും. പക്ഷേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മക്കൾക്ക് ലെവൽ 1 ലെവൽ 2 ഒക്കെ ക്രോസ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്.
എന്നാലും ലെവൽ 3 കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത്ര കഠിന കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല. അപ്പൊ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുന്ന വേണം. പക്ഷെ എന്നാൽ പോലും മക്കൾക്ക് ഇതൊരു മുതൽക്കൂട്ട് തന്നെയാവും. ഇതേപോലെ നമ്മുടെ സ്പെഷ്യൽ ഡേസിനൊക്കെ നമ്മൾ എന്തായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ തരും. മക്കൾ ചെയ്യേണ്ടത് എന്താണ്, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഒന്ന് വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ വിന്നർ ആവാനുണ്ടെങ്കിലും നിങ്ങൾ സ്കൂളിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്കൂളത്തെ ഇത് കഴിഞ്ഞാൽ വീണ്ടും ഈ വീഡിയോ എടുത്ത് വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് കമന്റ് ചെയ്യണം. വീഡിയോ കാണണമെന്ന് ഞാൻ പറയുന്നില്ല, ആദ്യം കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം, അതൊന്ന് തിരിച്ചു വന്നിട്ട് സ്കൂളിലൊക്കെ വിട്ട് തിരിച്ചു വന്നിട്ട് സാറേ ഇത് ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഒന്ന് കമന്റ് ചെയ്യണം മക്കളെ. അപ്പൊ നമുക്ക് എന്താണ്, ഉപകാരപ്പെടാതെ നിങ്ങൾക്ക് വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് മക്കളെ നമ്മൾ എന്തായിരിക്കും അടുത്ത സ്പെഷ്യൽ ഡേ വരാനുള്ളത്, നമ്മുടെ ഓഗസ്റ്റിലൊക്കെ ഇൻഡിപെൻഡൻസ് ഡേ വരുന്നുണ്ട്. ജൂലൈ കഴിഞ്ഞു, ഇനി ഇൻഡിപെൻഡൻസ് ഡേ ആണ് വരുന്നത്. അതിന് നിങ്ങൾക്ക് കിടിലനായിട്ടുള്ള സംഭവം വരും. അപ്പൊ അതൊക്കെ മക്കളെ സെറ്റ് ആക്കണം. അപ്പൊ മക്കളെ നമ്മൾ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഇതറിയാത്ത ഫ്രണ്ട്സിനുണ്ടെങ്കിൽ നമ്മുടെ എജുപോർട്ട് ഒന്ന് എന്ത് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പൊ മക്കളെ ബൈ ബൈ ബൈ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് നീ ക്വിസ് എന്ത് ചെയ്യണം, ഫസ്റ്റ് തന്നെ കിട്ടട്ടെ. നീ ഫസ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ബൈ ബൈ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ബൈ.